ഹായ്, എല്ലാവർക്കും LS നേച്ചർ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു ചക്കപ്പുഴുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്കിന്ന് ഈ ഒരു പച്ച ചക്കയാണ്. ഇത് വെട്ടി നമുക്ക് കുറച്ചെടുത്തിട്ട് കറി വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു കഷ്ണം ചക്ക വെട്ടിയെടുക്കട്ടെ. ഇത്രയും ചക്ക ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറി വെക്കാം നമുക്ക്. നമുക്കിങ്ങനെ ഇതിൻ്റെ കൂന് ചെത്തിക്കളഞ്ഞിട്ട് ചോള പറിച്ചെടുക്കാം. കണ്ട ഇത്രയും ചക്ക ഞാൻ ഇതിന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരും ചവണിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് നല്ല ചക്ക ചുളയും കുരും കൂടിയിട്ട് നമുക്ക് നല്ലൊരു ചക്കപ്പുഴുക്ക് തയ്യാറാക്കാം. കണ്ട ഇതേപോലെ നമുക്ക് ചകിനിയും കുരൊക്കെ മാറ്റിയെടുക്കാം. ചക്ക നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് ഇതുപോലെ കഴുകി അരിഞ്ഞ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ചെയ്തത്. അതേപോലെ ചക്കക്കുരും ഇതേപോലെ നന്നാക്കി വട്ടത്തിൽ മുറിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ പാത്രത്തിൽ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ചക്ക അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്.
കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടുപ്പിൽ വെച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് ചക്ക ഒന്ന് വേവട്ടെ. അത് വരുന്നൊക്കെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചക്ക വേവുമ്പോഴേക്കും ഇതിന് വേണ്ടി ഈ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ച് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. നമുക്കൊന്നും കൂടിയും തുറന്ന് ചക്കക്കുരൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചക്കക്കുരൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. കറി കാച്ചാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വയ്ക്കാം. ഇതേപോലെയുള്ള ഒരു അടി കട്ടിയിട്ടുള്ള ഒരു ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഈ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ കറിവേപ്പിലയും ഇട്ടെടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഇട്ടെടുക്കാം. ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. വേണ്ട, ഞാനിത് ചതച്ച് വെച്ചിട്ടുള്ള മുളക് പൊടിയാണ്. മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ച് എടുത്തിട്ടുള്ളതാണിത്. ഇതിട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ സ്പൂണിൽ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട്. കൂടാതെ 2 വറ്റൽമുളകും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഞാൻ ഈ ചക്കപ്പുഴുക്ക് ഇപ്പോൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്. ചോറിൻ്റെയും കഞ്ഞിൻ്റെയും കൂടെ കഴിക്കാൻ ഞാൻ ഇതേപോലെയാണ് തയ്യാറാക്കുന്നത്. ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഈ മുളകിക്കൂടെ കിടന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഞാൻ ഈ ചക്കപ്പുഴുക്ക് മീൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കുന്നെങ്കിൽ ഇതുപോലെ നാളികേരം ഇടാറില്ല. പിന്നെ ബാക്കിയൊക്കെ ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ്. ഈ നാളികേരം ഒഴിവാക്കിയിട്ടാണ് കറികളുടെ കൂടെ ചക്കപ്പുഴുക്ക് കഴിക്കാറ്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ട ഇതേപോലെ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം.
ഈ കറി നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ചക്കപ്പുഴുക്ക് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ച് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചക്കപ്പുഴുക്കും കൂടി കഴിക്കുമ്പോൾ ഈ മഴയത്തൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. കണ്ട നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി. ഞാനിതുപോലെയാണ് ചക്കപ്പുഴുക്ക് തയ്യാറാക്കാറ്. നിങ്ങൾ ചക്കപ്പുഴുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് കമൻറ്റ് ബോക്സിൽ ഇടാട്ടാ. കണ്ട നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് പകർത്താം. ഇതേപോലെ ഈ ചക്ക സീസണിൽ നിങ്ങളും ചക്കപ്പുഴുക്ക് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.